ഈ വീഡിയോയിൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ് പറയുന്നത്. 3 ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്, 2 ബൗണ്ടറി വാല്യൂ അനാലിസിസ്, 3 കോസ് എഫക്റ്റ് ഗ്രാഫിംഗ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, അനാലിസിസ്, ഡിസൈൻ, ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ കോഡിംഗ്, അതിനുശേഷം വരുന്ന ഭാഗമാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള ടെസ്റ്റിംഗ് ആണുള്ളത്. ഒന്ന് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, 2 വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിന് ഫങ്ഷണൽ ടെസ്റ്റിംഗ്, അതേപോലെ ബിഹേവിയറൽ ടെസ്റ്റിംഗ് എന്നുകൂടി പറയാറുണ്ട്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനകത്ത് ഒരു മൊഡ്യൂളിൻ്റെ, ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് വരുന്നു, അത് രേഖപ്പെടുത്തുന്നു. അത് ശരിയാണെങ്കിൽ അത് ആ പ്രോഗ്രാം ശരിയാണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇതാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. അപ്പോൾ ഇൻപുട്ട് തീരുമാനിക്കുന്നത് സാധാരണ അവിടെ സ്പെസിഫിക്കേഷനകത്ത് പറയുന്നുണ്ടാവും എന്താണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആ സ്പെസിഫിക്കേഷനിൽ നിന്ന് നമ്മൾ ടെസ്റ്റ് കേസസ് തീരുമാനിച്ച് അതാണ് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിനകത്തുള്ള, പ്രോഗ്രാമിനകത്തുള്ള അല്ലെങ്കിൽ മൊഡ്യൂളിനകത്തുള്ള ഒന്നും തന്നെ ഇവിടെ പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്യുന്നില്ല. പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. സ്ട്രക്ചർ ചെയ്താൽ മാത്രമേ കൂടുതൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ടെസ്റ്റിങ്ങിൻ്റെ ഒരു പ്രത്യേക ഭാഗമായാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിന് കണക്കാക്കുന്നത്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിൽ പല മെത്തേഡുകളും ഉപയോഗിക്കാറുണ്ട്. അതിലൊന്നാണ് ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്. ഈ മെത്തേഡിനകത്ത് നമ്മൾ ഇൻപുട്ട് ഡൊമൈൻ ഡിവൈഡ് ചെയ്യുന്നു. അതായത് നമുക്ക് കുറേ ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കി അതിനെ പല ക്ലാസ്സുകളാക്കുന്നു. ഓരോന്നിനെ നമ്മളൊരു ഈക്വലൻസ് ക്ലാസ് എന്ന് പറയാം. അപ്പോൾ മൊത്തം ഇൻപുട്ടുകളിൽ നിന്നും നമുക്ക് ഒരേ ബിഹേവിയർ ഉള്ള ഇൻപുട്ടുകളെ തിരിച്ചറിയണം. എന്നാൽ ഈ ബിഹേവിയർ തിരിച്ചറിയണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാം മൊത്തം നമുക്ക് അറിയണം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ അറിയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഇൻപുട്സിനെ തിരിച്ചറിയുക. അങ്ങനെയുള്ള ഇൻപുട്സ് നമ്മളെല്ലാ ഇൻപുട്ടും കൊടുക്കേണ്ടതില്ല. അതിനകത്തു നിന്നും ഏതെങ്കിലും ഒരു ഇൻപുട്ട് കൊടുത്താൽ അതിന് ആ പ്രോഗ്രാം നൽകുന്ന ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ബാക്കിയുള്ള ഇൻപുട്സ് നമ്മൾ കൊടുക്കുന്നില്ല. അടുത്ത ക്ലാസ് എടുക്കുന്നു, ആ ക്ലാസ്സിൽ നിന്നും ഒരു ഇൻപുട്ട് എടുക്കുന്നു, അതിന് കൃത്യമായ ഔട്ട്പുട്ട് കിട്ടിയാൽ നമ്മൾ തീരുമാനിക്കുന്നു ആ രണ്ടാമത്തെ ഈക്വലൻസ് ക്ലാസ്സിലെ എല്ലാ ഇൻപുട്ടുകളും ഇങ്ങനെ ഏത് കൊടുത്താലും കൃത്യമായ ഔട്ട്പുട്ട് കിട്ടുമെന്ന് നമ്മൾ തീരുമാനിക്കും. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ, ഒരു മൊഡ്യൂളിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കി അതിൻ്റെ ഇൻപുട്ടുകൾ ഡൊമൈനെ പല ക്ലാസ്സുകളാക്കി തിരിച്ച് ഓരോ ക്ലാസ്സിലെയും ഒരു പ്രാവശ്യം മാത്രം ചെക്ക് ചെയ്തുകൊണ്ട് നടത്തുന്ന ടെസ്റ്റിങ്ങിനെയാണ് ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇൻപുട്ടിനെ നമുക്ക് രണ്ടാക്കി തരംതിരിക്കാം. ഒന്ന് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, മറ്റൊന്ന് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ അകത്ത് നമ്മൾ 1 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നു നമ്മൾ ഏത് പോസിറ്റീവ് ഇൻറ്റിജർ കൊടുത്താലും അതിൻ്റെ കൃത്യമായ ഒരു ഔട്ട്പുട്ട് അവിടെ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു.
ഇനി നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനകത്ത് 1 കൊടുക്കുന്നു. അതിന് കൃത്യമായ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു എല്ലാ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനും പ്രോഗ്രാം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇൻറ്റിജേഴ്സ് കണ്ടുപിടിക്കാനായി ഇൻപുട്ട് ഡൊമൈനെ നമ്മൾ 2 ആക്കി തരംതിരിക്കുന്നു. അതായത് 2 ഇക്വലൻസ് ക്ലാസ് ആക്കി തരംതിരിക്കുന്നു. ഒന്ന് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, മറ്റൊന്ന് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. ഇനി മറ്റൊരു കേസ് കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതായത് കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ റോബസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിന് നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻവാലിഡ് കേസ് കൂടി നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻവാലിഡ് കേസ് കൊടുക്കാനായി ഒന്നുകൂടി അവിടെ കൊടുക്കുമ്പോൾ അവിടെ ഇക്വലൻസ് ക്ലാസ് കംപ്ലീറ്റ് ആവുന്നു. അതായത് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇൻറ്റിജേഴ്സ് കൊടുക്കാനായി 3 ക്ലാസ് വേണം. 2 വാലിഡ് കേസ്, 1 ഇൻവാലിഡ് കേസ്. വാലിഡ് കേസിനകത്ത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, മറ്റൊന്ന് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. ഇൻവാലിഡ് കേസിനകത്ത് ഇൻവാലിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടും അവിടെ കിട്ടുന്നു, അങ്ങനെ ഒരു എറർ അവിടെ കിട്ടുന്നു. വാലിഡ് ക്ലാസും ഇൻവാലിഡ് ക്ലാസും കണ്ടുപിടിക്കാനായി പല രീതികളുണ്ട്. ഒരു രീതി ഇങ്ങനെ പറയാം. നമുക്കൊരു ഇൻപുട്ടുണ്ട്, അതിൻ്റെ റേഞ്ച് 0 മുതൽ മാക്സ് എന്നൊരു സംഖ്യയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഇൻപുട്ടിൻ്റെ നമ്മളപ്പോൾ ഈ ഇൻപുട്ട് ഡൊമൈന് ഒരു വാലിഡായിട്ടും 2 ഇൻവാലിഡ് ക്ലാസ്സസുമാക്കി തരംതിരിക്കേണ്ടി വരും. അതായത് ചില കേസുകളിൽ നമുക്ക് ഒന്നിലധികം ഇൻവാലിഡ് കേസ് കൂടി അവിടെ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒന്ന് ഇതാണ്. 0ക്ക് ചെറുതാണെങ്കിൽ നമുക്കതൊരു ഇൻവാലിഡ് കേസായിട്ട് കണക്കാക്കാം. അപ്പോൾ അതിനൊരു 0ക്ക് ചെറുതായ ഏത് സംഖ്യ കൊടുത്താലും അതിന് ഒരേ ബിഹേവിയറാണ് ആ ഒരു പ്രോഗ്രാമിനകത്ത് നിന്ന് കിട്ടുക. അപ്പോൾ അതൊരു ഇൻവാലിഡ് ക്ലാസ്സസ് ആയിട്ട് അതിനെ നമ്മൾ തീരുമാനിക്കുന്നു. അതിനുശേഷം 0 മുതൽ മാക്സ് വരെയുള്ള വാല്യൂ അല്ലെങ്കിൽ മാക്സ് വരുമ്പോൾ ഇവിടെ കൗണ്ട് ഒന്ന് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മുതൽ മാക്സ് മൈനസ് വരെയുള്ള സംഖ്യകൾക്ക് ഒരു ക്ലാസ് നമ്മൾ തീരുമാനിക്കുന്നു. മാക്സ് തുടങ്ങിയിട്ടുള്ള സംഖ്യകൾക്ക് മറ്റൊരു ക്ലാസ് തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു വാലിഡ് ക്ലാസ്സും 2 ഇൻവാലിഡ് ക്ലാസ്സും കൂടെ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. പലപ്പോഴും നമ്മളൊരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് റേഞ്ച് തീരുമാനിക്കുക. ആ റേഞ്ചിനകത്ത് നിന്നും ഏതൊക്കെ ഇൻപുട്ടിനാണ് ബിഹേവിയർ വ്യത്യാസമുള്ളത് അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഇക്വലൻസ് ക്ലാസ് തീരുമാനിക്കുന്നത്. അത് ചിലപ്പോൾ ക്യാരക്ടർ ഒരു ആൽഫബറ്റ് ആയിരിക്കാം, നമ്പർ ആയിരിക്കാം, സ്പെഷ്യൽ ക്യാരക്ടർ ആയിരിക്കാം. ഇവിടെയെല്ലാം നമ്മൾ ചിലപ്പോൾ കൂടുതൽ ഇക്വലൻസ് ക്ലാസ് വേണ്ടി വരും. അതേപോലെ സംഖ്യകളിൽ തന്നെ ഏത് റേഞ്ച് വരുമ്പോഴാണ് സ്പെഷ്യൽ ബിഹേവിയർ കാണിക്കുക അതുകൂടി നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻപുട്ട് ഡൊമൈനകത്ത് നിന്ന് നമ്മൾ ഇക്വലൻസ് ക്ലാസ് തീരുമാനിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ എക്സാമ്പിളിനകത്ത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനകത്ത് ഒരു ഇൻറ്റിജർ, ആ ഇൻറ്റിജറിൻ്റെ റേഞ്ച് 100 to 999 ആണ്. രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വാലിഡ്
ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് മാത്രമേ ഇവിടെ വേണ്ടി വരുന്നുള്ളൂ. 100 മുതൽ 999 വരെയുള്ള സംഖ്യകൾ ഒരു വാലിഡ് ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷൻ, അതായത് ഏത് സംഖ്യ കൊടുത്താലും ഒരേ ബിഹേവിയർ ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഇനി നമുക്ക് നോൺ വാലിഡ് ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷൻ നോക്കാം. ഇവിടെ ലെസ് ദാൻ 100 ആണെങ്കിൽ അത് വേറൊരു രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. മോർ ദാൻ 999 ആണെങ്കിൽ അതിന് വേറൊരു രീതിയിലുള്ള ബിഹേവിയർ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് രണ്ടാമത്തെ നോൺ വാലിഡ് ആയിട്ട് നമ്മൾ വെക്കേണ്ടി വരുന്നു. ഡെസിമൽ നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ വേറൊരു ബിഹേവിയർ ആണ്, ആൽഫബറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ വേറൊരു ബിഹേവിയർ ആണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായി ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിലെ ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 5 ഇൻപുട്ടാണ് കൊടുക്കേണ്ടി വരിക. ഇതിൻ്റെ എല്ലാം ഔട്ട്പുട്ട് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്നു ഇതിൻ്റെ ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ് കറക്റ്റ് ആണ് എന്നുള്ളത്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിലെ രണ്ടാമത്തെ മെത്തഡാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ്. സാധാരണ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കുകൾ വരുന്നത് അതിൻ്റെ ബൗണ്ടറി വാല്യൂസിലാണ്. അതിനെ ഒരു സ്പെഷ്യൽ വാല്യൂ ആയി എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഇൻപുട്ടിൻ്റെയും ബൗണ്ടറി വാല്യൂസ് എടുത്ത് അതിനെ സ്പെഷ്യലായി ചെക്ക് ചെയ്യലാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസിൽ ചെയ്യുന്നത്. സാധാരണ അതിനെ എക്സ്ട്രീം കേസസ് എന്ന് കൂടി പറയാറുണ്ട്. അപ്പോൾ ഓരോ ഇൻപുട്ടും എടുത്ത് ആ ഇൻപുട്ടിൻ്റെ ഒന്ന് കുറവുള്ള സംഖ്യ, അതായത് ഇൻപുട്ട് ഇപ്പോൾ I ആണെങ്കിൽ I-1, പിന്നെ ഒന്ന് ആ സംഖ്യ തന്നെ, പിന്നെ ഒന്ന് അടുത്ത സംഖ്യ. അപ്പോൾ I-1, I+1 ഇങ്ങനെയുള്ള 3 സംഖ്യകളാണ് ബൗണ്ടറിയിലെ വാല്യൂസിൻ്റെ എടുക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു ഇൻപുട്ട് ഡൊമൈൻ ഇപ്പോൾ നമുക്കറിയാം 1 to 1000 ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആ 1ൻ്റെ രണ്ട് സൈഡിലുള്ള രണ്ട് സംഖ്യകൾ 0ഉം 2ഉം അതെടുക്കും. അതിനുശേഷം രണ്ടാമത്തെ ഇൻപുട്ട് ഡൊമൈൻ്റെ അവസാനത്തെ ബൗണ്ടറി ആയ 1000ൽ രണ്ട് സംഖ്യകൾ, ഒന്ന് -1 ഒന്ന് +1. അപ്പോൾ 999 പിന്നെ ഒന്ന് 1001. അപ്പോൾ ഇങ്ങനെ ബൗണ്ടറീസ് എടുത്ത് ചെക്ക് ചെയ്യലാണ് സാധാരണ ബൗണ്ടറി വാല്യൂ അനാലിസിസിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാമിലെ ഇൻപുട്ട്സ് എടുത്ത് എത്ര ഇൻപുട്ട് ഉണ്ടെന്ന് നോക്കും. ഓരോ ഇൻപുട്ടിൻ്റെയും -1 and +1 വാല്യൂ എടുത്ത് നമുക്കൊരു 5 ഇൻപുട്ട് ഉണ്ടെങ്കിൽ I3 15 വാല്യൂ വരും. പിന്നെ ചില കേസുകളിൽ കൂടാതെ ഒരു സംഖ്യ കൂടി എടുക്കാറുണ്ട്, നോമിനൽ വാല്യൂ പോലെ ഒരു സംഖ്യ കൂടി എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ ഒരു വാല്യൂ ഇവിടെ വരും. അപ്പോൾ സാധാരണ അപ്പോൾ 1 to 1000 ആണ് ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് ബൗണ്ടറീസിൻ്റെയും 3 വാല്യൂ വെച്ചെടുക്കും. കൂടാതെ ഒരു വാല്യൂ നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ നോമിനൽ വാല്യൂ പോലെ എടുക്കും. അപ്പോൾ രണ്ട് ബൗണ്ടറീസ് ഉള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് 7 വാല്യൂ ആണ് വേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. ഈക്വലൻസ് ക്ലാസ് അനാലിസിസിലും അതേപോലെ ബൗണ്ടറി അനാലിസിസിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് കുറേയധികം ടെസ്റ്റ് കേസസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി ഇതെപ്പോഴും പോസിബിൾ അല്ല. കാരണം ഒരു ഇൻപുട്ട് വരുന്നു, ആ ഇൻപുട്ടുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ വാല്യൂസും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചില കേസുകളിൽ ഇത് പോസിബിൾ അല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻപുട്ടിൻ്റെ സാഹചര്യങ്ങൾ പഠിച്ച് ഇൻപുട്ടിൻ്റെ കോമ്പിനേഷൻസ് എന്തൊക്കെയാണെന്ന് സ്റ്റഡി ചെയ്ത് അതിനനുസരിച്ച് ഒരു ഔട്ട്പുട്ട്
സ്ട്രാറ്റജി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിലേക്കുള്ള കോമ്പിനേഷൻസിനെ ശരിയായി ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ നിന്നും ടെസ്റ്റ് കേസസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും ഈ രണ്ട് മെത്തേഡിനെക്കാട്ടും കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. അതിന് സഹായിക്കുന്ന ഒരു ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ് കോസ് എഫക്റ്റ് ഗ്രാഫിംഗ്. കോസ് എഫക്റ്റ് ഗ്രാഫിങ്ങിൽ ചെയ്യുന്നത് ഇൻപുട്ട് കോമ്പിനേഷൻസിനെ, ഇൻപുട്ട് കണ്ടീഷൻസിനെ ശരിയായ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ നിന്നും ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് തിരിച്ചറിയലാണ്. കോസ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഇൻപുട്ട് കണ്ടീഷൻ ആണ്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് കണ്ടീഷനാണ്. അപ്പോൾ ചിലപ്പോൾ ഒന്നിലധികം കോസസ് കൂടിയിട്ടായിരിക്കും ഒരു ഔട്ട്പുട്ട് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻപുട്ടുകളെ നമ്മൾ കമ്പൈൻ ചെയ്ത് ആ കമ്പൈൻ ചെയ്തത് നമുക്ക് ട്രൂ ഓർ ഫോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ആ ട്രൂ ഇൻപുട്ട് കണ്ടീഷൻസിനെ ട്രൂ ഓർ ഫോൾസ് ആക്കി തരംതിരിച്ചുകൊണ്ട് നമ്മൾ ഒരു ഡയഗ്രാം വഴി, ഗ്രാഫിക്കൽ ഡയഗ്രാം വഴി അത് ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുന്നു. കൂടാതെ ഇവിടെ ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ്, ഓർ, നോട്ട്. അപ്പോൾ ഇങ്ങനെ ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പിനേഷൻസിനെ നമ്മൾ ട്രൂ ഓർ ഫോൾസ്, ആൻഡ്, ഓർ, നോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫിക്കലി ഡിസ്പ്ലേ ചെയ്യലാണ് കോസ് എഫക്റ്റ് ഗ്രാഫിക്കിനകത്ത് ചെയ്യുന്നത്. ഫിഗറിനകത്ത് ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. കോസ് എഫക്റ്റ് ഗ്രാഫിംഗ് കുറേയധികം കോസസ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റാണ് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഫിഷ് ബോൺ ഡയഗ്രത്തെ പോലെ ഇരിക്കുന്നത് കൊണ്ട് അതിനെ കോസ് എഫക്റ്റ് ഗ്രാഫിക് എന്ന് തന്നെ ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് കൂടി വിളിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ബാങ്ക് ഡാറ്റാബേസ്. ബാങ്ക് ഡാറ്റാബേസിൽ രണ്ട് കമാൻഡ്സ് ആണുള്ളത്. ഒന്ന് ക്രെഡിറ്റ് കമാൻഡ്, രണ്ടാമത് ഡെബിറ്റ് കമാൻഡ്. ക്രെഡിറ്റ് കമാൻഡ് ഉപയോഗിക്കുന്നത് ഒരു അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെബിറ്റ് കമാൻഡ് ഉപയോഗിക്കുന്നത് ഒരു അക്കൗണ്ട് നമ്പറിൽ നിന്നും ഒരു എമൗണ്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ രണ്ടു കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഒന്ന്, കമാൻഡ് ക്രെഡിറ്റ് ആണോ ഡെബിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ അക്കൗണ്ട് നമ്പർ ശരിയാണോ ഇല്ലേ എന്ന് കൂടി വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം കോമ്പിനേഷൻസ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. കമാൻഡ് ശരിയായിരിക്കണം, അക്കൗണ്ട് നമ്പർ ശരിയായിരിക്കണം, ബാലൻസ് ശരിയായിരിക്കണം, കൊടുക്കുന്ന എമൗണ്ട് ശരിയായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള കുറേയധികം കോമ്പിനേഷൻസിനെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ നമുക്കിതിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനും കഴിയും. അപ്പോൾ അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ട് കണ്ടീഷൻസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ 4 കോസാണുള്ളത്. ഒന്ന് കമാൻഡ് ക്രെഡിറ്റ്, 2 കമാൻഡ് ഡെബിറ്റ്, 3 അക്കൗണ്ട് നമ്പർ വാലിഡ്, 4 ട്രാൻസാക്ഷൻ എമൗണ്ട് ഈസ് വാലിഡ്. 5 എഫക്റ്റ് ഉണ്ട്. ഒന്ന്, ഇൻവാലിഡ് കമാൻഡ് എന്ന് പ്രിന്റ് ചെയ്യണം. 2, ഇൻവാലിഡ് അക്കൗണ്ട് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യണം. 3, ഡെബിറ്റ് എമൗണ്ട് നോട്ട് വാലിഡ് എന്ന് പ്രിന്റ് ചെയ്യണം. 4, ഡെബിറ്റ് ചെയ്യുക. 5, ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഈ 4 കോസസിനെ, കണ്ടീഷൻസിനെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ എഫക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ഇക്വലൻ്റായി നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ഇൻപുട്ട് കണ്ടീഷൻസ്, കുറച്ച് ടെസ്റ്റ് കേസസ് കൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് വഴി തീർക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ കോസ് എഫക്റ്റ് ഗ്രാഫായി വരയ്ക്കുന്നത്. ഇവിടെ C1, C2, C3, 4 ആണ് കോസസ്. E1, E2, E3, E4, E5 ആണ് അതിൻ്റെ എഫക്ട്സ്.
അപ്പോൾ നമുക്ക് E1 ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് എഫക്റ്റ് E1 വരുന്നതെന്ന് നോക്കാം. C1 C2 ഈ രണ്ട് കമാൻഡിൽ അത് C1 ആയിരിക്കാം C2 ആയിരിക്കാം. അതുകൊണ്ടാണ് ഓർ ഓപ്പറേഷൻ ഇട്ടുകൊണ്ട് ആദ്യത്തെ സർക്കിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ C1 C2 അതായത് ഏത് കമാൻഡ് ആയാലും, ഡെബിറ്റ് കമാൻഡ് ആയാലും ക്രെഡിറ്റ് കമാൻഡ് ആയാലും, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴാണ് E1 എന്നുള്ള എഫക്റ്റിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു നെഗേഷൻ പോലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ C1 ഓർ C2 അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഇൻവാലിഡ് വരുമ്പോഴാണ് E1 എന്നുള്ള എഫക്റ്റോടെ കാണിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ ഇൻവാലിഡ് കമാൻഡ് എന്നുള്ള എഫക്റ്റിലേക്ക് നമ്മൾ എത്തുന്നു. ഇനി രണ്ടാമത്തെ നോക്കാം. C1 ഇവിടെ നമുക്ക് കാണാം കമാൻഡ് ഈസ് ക്രെഡിറ്റ് ആണ്. C3 അക്കൗണ്ട് നമ്പർ ഈസ് വാലിഡ് ആണ്. എന്നാൽ ചിത്രത്തിൽ നമുക്കൊരു C3യുടെ നെഗേഷൻ കാണാവുന്നതാണ്. അതിനർത്ഥം അക്കൗണ്ട് നമ്പർ വാലിഡ് അല്ലാത്ത നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് E2 എന്ന എഫക്റ്റിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ഇൻവാലിഡ് അക്കൗണ്ട് നമ്പർ. അപ്പോൾ C1 കറക്റ്റ് ആയിരിക്കുകയും അതേസമയം C3 അക്കൗണ്ട് നമ്പറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴാണ് E2 എന്നുള്ള എഫക്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. ചിത്രത്തിൽ അത് കാണാവുന്നതാണ്. C1 വരുന്നു, അവിടെ ആൻഡ് കൊടുക്കുന്നുണ്ട്. കാരണം C1ഉം C3യും ഉണ്ടായാൽ മാത്രമേ ആ ഓപ്പറേഷൻ നമുക്ക് നടത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ C3യിലെ പ്രശ്നം കൊണ്ട് അത് E2 എന്ന എഫക്റ്റിലേക്ക് എത്തുന്നു. E2 എന്ന എഫക്റ്റ് ഇതാണ്, ഇൻവാലിഡ് അക്കൗണ്ട് നമ്പർ എന്ന് പ്രിന്റ് ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ എഫക്റ്റ് നോക്കാം. മൂന്നാമത്തെ എഫക്റ്റിനകത്ത് 3 കോസസ് വരുന്നുണ്ട്. C2, C3, C4. ആദ്യം C2ഉം C3യും കൂടി ആൻഡ് ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്. അത് രണ്ടും കറക്റ്റ് ആവുകയും C2 ആൻഡ് C3 അതായത് കമാൻഡ് ഡെബിറ്റ് ആണ്, അക്കൗണ്ട് നമ്പർ വാലിഡ് ആണ്. എന്നാൽ അതിലേക്ക് C4ൻ്റെ എമൗണ്ട് കാണിച്ചിരിക്കുന്നത് നോക്കൂ, അത് നെഗേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. C4 എമൗണ്ടിൽ എന്തോ മിസ്റ്റേക്ക് വരുന്നു. അതുകൊണ്ട് E3 എന്ന എഫക്റ്റ് അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ഡെബിറ്റാണ്, അക്കൗണ്ട് നമ്പർ കറക്റ്റാണ്, പക്ഷേ നമ്മൾ കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ എമൗണ്ട് കറക്റ്റായാൽ മാത്രമേ നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഡെബിറ്റ് എമൗണ്ട് നോട്ട് വാലിഡ് എന്ന് പ്രിന്റ് ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. കാരണം ചിലപ്പോൾ അക്കൗണ്ടിലുള്ള പൈസ മാത്രമേ നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അക്കൗണ്ടിലുള്ളതിലും കൂടുതൽ എമൗണ്ട് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡെബിറ്റ് എമൗണ്ട് നോട്ട് വാലിഡ് എന്ന് പ്രിന്റ് ചെയ്യേണ്ടി വരും. ആ ഒരു എഫക്റ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെയും ആൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. C2 C3 ആൻഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ആൻഡ് ഉപയോഗിക്കുന്നത് C4ൽ കൂടി നെഗേഷൻ കൂടി വരുമ്പോൾ വീണ്ടും ഒരു ആൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ E3 എന്ന എഫക്റ്റ് അവിടെ ഉണ്ടാകുന്നു. അടുത്തത് E4 നോക്കാം. C2, C3, C4 ഇത് മൂന്നും കറക്റ്റായാൽ മാത്രമേ E4 സംഭവിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് E5. അവിടെ C1, C3, C4 അത് കറക്റ്റായാൽ മാത്രമേ, എല്ലാം കറക്റ്റായാൽ മാത്രമേ E5 വർക്ക് ചെയ്യുള്ളൂ. അത് രണ്ടും എല്ലാം ശരിയാവുന്ന കമാൻഡ്സ് ആണ്. അതായത് ഒന്ന് ഡെബിറ്റ് ചെയ്യാനും മറ്റൊന്ന് ക്രെഡിറ്റ് ചെയ്യാനും. ഇപ്പോൾ E4ൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം ശരിയാവണം. ക്രെഡിറ്റ് ചെയ്യണമെങ്കിലും എല്ലാം ശരിയാവണം. അവിടെ അക്കൗണ്ട് നമ്പറും ട്രാൻസാക്ഷൻ എമൗണ്ട് നമുക്ക് അത്യാവശ്യമാണ്. കമാൻഡ് ഒന്നുകിൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ്. ക്രെഡിറ്റിന് വേണ്ടിയിട്ട് E5 ആണ്, ഡെബിറ്റിന് വേണ്ടിയിട്ട് E4 ആണ്. അപ്പോൾ ചിത്രത്തിൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. എങ്ങനെയാണ് കോസ് ആൻഡ് എഫക്റ്റ് നമ്മൾ കോമ്പിനേഷൻ നടത്തുന്നത്? ഇവിടെ കുറേ കോസസ് ഉണ്ട്, കുറേ എഫക്ട്സ് ഉണ്ട്. ആൻഡ് ഓർ ഉപയോഗിച്ചിട്ടുണ്ട്, നെഗേഷൻ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻവാലിഡ് ആണെങ്കിൽ നെഗേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഇൻപുട്ട് കണ്ടീഷൻസിനെ ഔട്ട്പുട്ട് എഫക്ട്സിലേക്ക് കോമ്പിനേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് ടെസ്റ്റ് കേസസ് കൊണ്ട് തന്നെ നമുക്ക്
നമ്മുടെ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ഫിനിഷ് ചെയ്യാനും കഴിയും. അപ്പോൾ നേരത്തെ രണ്ട് ന്യൂനതകൾ ഇവിടെ നമ്മൾ പരിഹരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് 3 ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.